നമ്മുടെ പേരോട് ഉസ്താദിനെ 2-3 എക്സ് മുസ്ലിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. കേൾക്കാം. എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ്. എന്നാൽ എന്റെ വകയും കൂടി ഒരു വെല്ലുവിളിയുണ്ട്. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ കുത്തുബന്റെ ഏടാണ്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും കൂടിയാണ് വെല്ലുവിളി. ഈ ഒരു കുത്തുബന്റെ ഏടില് ലോകത്തിലെ എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്ന ഒരൊറ്റ ദുആങ്ങളൊന്ന് കാണിച്ചു തരും. ലോകത്തിലെ എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്നത് ഇനി ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദുആന്റെ മുറിയായാലും മതി. എന്നാൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വെല്ലൂരിൽ നിന്നുള്ള സൈനത്തുള്ള മുടിവാള 2 കുപ്പി ഞങ്ങൾക്ക് കൊണ്ടുവരും. അപ്പോ വെല്ലുവിളി എല്ലാരും കേട്ടല്ലോ. വെല്ലുവിളി എന്താണ്? ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയിട്ടുള്ള നബാത്തി ഖുതുബയിൽ നിന്ന് ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം നൽകണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന കാണിച്ചു തരാമോ എന്നാണ്. അങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ പേരോട് ഉസ്താദ് എന്ത് പറയണം? ഞങ്ങൾ ഖുതുബയിൽ ലോകത്തുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ നബാത്തി ഖുതുബയിൽ ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പേരോട് ഉസ്താദ് പറയണം. അപ്പോഴല്ലേ ഈ വെല്ലുവിളിക്കാത്തുള്ളൂ. അല്ലാതെ പേരോട് ഉസ്താദ് ഖുതുബ എന്നും പറഞ്ഞിട്ടില്ല, നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബ എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത പേരോട് ഉസ്താദിനോട് മര്യാദക്ക് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഈ ഖുതുബയിൽ അത് കാണിച്ചു താടാ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇല്ല. പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്നാൽ നമുക്ക് അത് കേൾക്കാം. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബൗദ്ധ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മൾ. അവനെ പോലത്തെ വിവരം കെട്ട ഒരു ദ്വാരം നമ്മളെ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാരിയാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനോട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? ഒരു യുക്തിവാദി അയാൾ പറയുന്നു, മുസ്ലിങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ദ്വാ ചെയ്യുന്നുണ്ട് പോൽ എന്ത് എല്ലാ ബഹുദൈവ വിശ്വാസികളെയും നശിപ്പിക്കണേ. ഇത് പേരോട് ഉസ്താദ് ആ യുക്തിവാദി പറഞ്ഞത് കോട്ട് ചെയ്തതാണ്. പിന്നെ പേരോട് ഉസ്താദ് പറയുന്നത് എന്താ? ഞങ്ങൾ അങ്ങനെ ദ്വാ ചെയ്യാറില്ല, ഞങ്ങൾ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണേ, എല്ലാവർക്കും സന്മാർഗം കൊടുക്കണേ, എല്ലാവരെയും നന്നാക്കണേ എന്നാണ് ദ്വാ ചെയ്യാറുള്ളത്. ഇവിടെ പേരോട് ഉസ്താദ് ഞങ്ങൾ ഖുതുബയിൽ ദ്വാ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടില്ല. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ നബാത്തി ഖുതുബ അത് പിടിച്ച് ഞങ്ങൾ ദ്വാ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിൽ നിന്നാണെന്ന് പോലും പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഈ വെല്ലുവിളി? എനിക്കതാ മനസ്സിലാക്കാത്തത്. അപ്പോ പേരോട് ഉസ്താദ് ഞങ്ങൾ ഖുതുബയിൽ വെച്ച് അങ്ങനെ ദ്വാ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയുകയുമില്ല. കാരണം ഉസ്താദിനറിയാലോ എന്താണ് ജുമുഅ, എന്താണ് ഖുതുബ എന്ന്. അത് മുസ്ലിം മതസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആരാധനക്രമമാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് തന്നെ ദുആ ചെയ്യാൻ സമയമില്ല. അതാണ് രസം. വെറും 2-3 വരികളിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എല്ലായിടത്തും പെട്ടെന്ന് ഖുതുബ അവസാനിച്ച് നിസ്കാരത്തിലേക്ക് കടക്കലാണ്. അതാണ് അതിന്റെ ശൈലി. ഉളപ്പില്ലാതെ നോണ പറയുന്ന പേരോടെ അന്തസ് നല്ല സാധനം അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ പേരോടെ ഒരു വെല്ലുവിളിയാണ്. നെല്ലിക്കുത്തിന്റെ കുത്തുബ, അതാണല്ലോ പങ്കുള്ള കുത്തുബ, അല്ലെങ്കിൽ നബാത്തി കുത്തുബ, അതല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും കുത്തുബ ദ്വാന്റെ ഇതെടുത്തിട്ട് മൊത്തം മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കണേ, എല്ലാ മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്നുള്ള ഒരു ഉളുപ്പുണ്ടെങ്കിൽ, അന്തസ് ഉണ്ടെങ്കിൽ, ഇനി പേരോട് അന്തസ് ഉണ്ടാവില്ല എനിക്കറിയാം, എന്നാ പോട്ടെ, അന്തസ് നിങ്ങളുടെ മതത്തിലുണ്ടെന്നുള്ള തോന്നുള്ള ഏതെങ്കിലും ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അജ്ജാദി ഒരു ദ്വാങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ട്. അജ്ജാദി ദുആ കാണിച്ചു തരാൻ അജ്ജാദി ഏടുകളിൽ ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞോ? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബയുടെ ഏടിൽ ഉണ്ട് എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഖുതുബയിൽ ഞങ്ങൾ അങ്ങനെ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞോ? അതൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഉസ്താദ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഞങ്ങൾ അങ്ങനെയാണ് ദുആ ചെയ്യാറ്, അല്ലാതെ ഒരാളെ നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ ഞങ്ങൾ ദുആ ചെയ്യാറില്ല. അജ്ജാദി ദുആ ചെയ്യാൻ ഇസ്ലാമിൽ എന്തുണ്ടായാൽ മതി? അങ്ങനെ ദുആ ചെയ്യാൻ ഇസ്ലാമിൽ പറ്റും എന്ന് തെളിവുണ്ടായാൽ മതി. അല്ലാതെ ഏതെങ്കിലും ഏടിലോ അല്ലെങ്കിൽ ദുആന്റെ ബുക്കിലോ എഴുതിയാലേ അങ്ങനെ ദുആ ചെയ്യാൻ പറ്റൂ എന്ന് ഇസ്ലാമിൽ നിയമം ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടും ഇല്ല. അപ്പോ അന്യമതസ്ഥർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമാണ്. അവരെ നന്നാക്കണേ, അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറമല്ല നബാത്തി ഖുതുബ അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബ. ഉഹദിന്റെ രണാങ്കളത്തിൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ അവർക്ക് വേണ്ടി ദുആ ചെയ്യ്, അവർക്കെതിരെ ദുആ ചെയ്യ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ ലം യബ്അസനി തുആനൻ വലാ ലആനൻ വലാകിൻ ബഅസനി ദാഇയൻ വറഹ്മ അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹു എന്നെ ശപിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടില്ല. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. എല്ലാവരും നശിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്നെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടും കാരുണ്യവാനായിട്ടുമാണ് എന്നെ അല്ലാഹു പറഞ്ഞയച്ചത്. അതുകൊണ്ട് അല്ലാഹുമ്മ ഹ്ദി ഖൗമി, എന്റെ സമുദായത്തിന്, എന്നെ ആക്രമിക്കുന്ന അവർക്ക് നീ ഹിദായത്ത് നൽകണേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവർ ഒന്നും അറിയാത്തവരാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുമ്മ ഗുഫിർ ലി ഖൗമി എന്നാണ്, എന്റെ സമുദായത്തിന് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ദുആ ചെയ്യാൻ പറ്റും. അല്ലാതെ പേരോട് ഉസ്താദ് ഖുതുബന്റെ ഏടിൽ അതുണ്ട് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുതുബന്റെ ഏടിൽ പോയിട്ട് അത് തെളിയിക്കേണ്ട ആവശ്യകതയും ഇല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു പത്താവൽ ഹദീസെങ്കിലും നോക്കിയാണെങ്കിൽ ഈ ജാതി ബണ്ടൽ വെട്ടിക്കൂല. അങ്ങനെ പ്രാർത്ഥിക്കലുണ്ടോ? അങ്ങനെ ഇസ്ലാമിൽ പ്രാർത്ഥിക്കാൻ പാടേണ്ട മൂല്യരെ. അപ്പോ ഇവര് യോഗം കൂടി തീരുമാനിക്കുകയാണ് ഇസ്ലാമിൽ ഏതൊക്കെ പ്രാർത്ഥന പറ്റും, ഏതൊക്കെ പറ്റില്ല. ഇവര് തീരുമാനം പറഞ്ഞാൽ അതാണ് ഇസ്ലാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വെല്ലുവിളി എന്തർത്ഥത്തിലാണ് വിളിച്ചത്?
അതെനിക്ക് പോലും മനസ്സിലാക്കുന്നില്ല. കാരണം ഇവരുടെ വിശ്വാസപ്രകാരം പടച്ചവനില്ല. ഇല്ലാത്ത പടച്ചവനോട് ഒരു കാര്യം സാധിച്ചു തരണേ എന്ന് പറയുന്നത് ഇവരുടെ വ്യൂ പോയിന്റിൽ അത് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. അപ്പൊ ഇവരുടെ വെല്ലുവിളിയുടെ ആകത്തുക എന്താ? ഇല്ലാത്ത പടച്ചവനോട് നിങ്ങൾ ചെയ്യുന്ന ആ പ്രാർത്ഥന എന്ന പൊട്ടത്തരമുണ്ടല്ലോ, അത് നിങ്ങൾ ഇന്ന ഏടിൽ കാണിച്ചു തരൂ. നിങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബയിൽ കാണിച്ചു തരൂ. എന്താ കാണിച്ചു തരേണ്ടത്? ഇല്ലാത്ത അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യുന്ന ആ പൊട്ടത്തരം, അതിന് തെളിവ് കാണിച്ചു തരൂ. ഈ വെല്ലുവിളിക്ക് വല്ല അർത്ഥവും ഉണ്ടോ? എനിക്കതാണ് മനസ്സിലാകാത്തത്. അപ്പോ ഒരു അർത്ഥവുമില്ലാത്ത വെല്ലുവിളിയാണ് ഇവർ വെല്ലുവിളിച്ചിട്ടുള്ളത്. ഇനി വെല്ലുവിളി തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞതുമല്ല ഇവർ വെല്ലുവിളിച്ചിട്ടുള്ളത്. അപ്പോ വെല്ലുവിളിയും പോക്ക്, വെല്ലുവിളിച്ചതും പോക്ക്.